ഇന്നൊരു കുഞ്ഞ് മിനി വ്ളോഗ് കേട്ടോ. പൊതുവെ ഞാൻ പുറത്തിറങ്ങുമ്പോൾ എപ്പോഴും എൻ്റെ കൂടെ ചേട്ടനും കൂടി ഉണ്ടാവാറ്. പക്ഷേ ഇന്ന് നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് വന്നതിൻ്റെ ശേഷം ആദ്യമായിട്ടാണ് ഞങ്ങൾ 3 പേര് മാത്രമായിട്ട് ഒന്ന് പുറത്തിറങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷവും അതുപോലെ തന്നെ ചെറിയൊരു പേടിയും. പണ്ട് മോൻ കുഞ്ഞായ സമയത്ത് ഞാൻ എവിടെയും ഇപ്പം എൻ്റെ വീട്ടിൽ മലപ്പുറത്തേക്ക് എറണാകുളത്ത് നിന്ന് പോകാനൊക്കെ ഞങ്ങൾ ചെയ്യാറുണ്ടാവും കേട്ടോ. അങ്ങനെ ഓട്ടോയും കിട്ടി ഞങ്ങളിങ്ങനെ പോകും. ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ വിളിക്കിട്ട് ഞാനങ്ങ് വന്നേക്കാമെന്ന് പറഞ്ഞെങ്കിലും വേണ്ട, ഞാൻ തന്നെയൊക്കെ പോയിട്ട് വന്നോളാം എന്ന് ഞാൻ പറഞ്ഞ് ഞങ്ങൾ പോകുമായിരുന്നു. ഗുരുവായൂർ ആയുർവേദ ഹോസ്പിറ്റലിലേക്കായിട്ട് വന്നേക്കുന്നത്. അവിടെ ഒന്ന് കുഞ്ഞിനെ കാണിക്കാനുണ്ട്. അപ്പോൾ അത് കാണിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങിട്ടോ. വലിയ തിരക്കില്ലായിരുന്നു, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കാണിച്ചു ഇറങ്ങി. ഇനി നേരെ ഗുരുവായൂർ അമ്പലത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതുവരെ വന്നതെല്ലാം ഒന്ന് കയറിയിട്ട് പോകാമെന്ന് ഓർത്തു. കുറേ ദിവസമായിട്ട് അമ്പലത്തിൽ ഒന്ന് കുറച്ച് നേരം വന്നിരിക്കണമെന്നുണ്ടായിരുന്നു. കുറച്ച് നേരം ഒന്ന് അമ്പലത്തിൻ്റെ ഇവിടേക്ക് ഇരുന്ന് പോകാമെന്ന് ഓർത്തു കേട്ടോ. വലിയ തിരക്കൊന്നുമില്ല, എന്നാലും അത്യാവശ്യം തിരക്കുകളൊക്കെ ഉണ്ട്. പിന്നെ പൊതുവെ ഗുരുവായൂർ അമ്പലം എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ അത്യാവശ്യം തിരക്കുണ്ടാവുമല്ലോ ഇപ്പം തന്നെ. അന്നപോലെ എനിക്ക് എൻ്റെ സമയത്തിന് വീഡിയോസ് എടുക്കാനും പറ്റി. ഈ 2 പിള്ളേരും വെച്ച് ഞാൻ പോയപ്പോഴും ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിള്ളേർക്ക് 2 പേർക്കും പാൽപ്പായസം വലിയ കാര്യമാണ്. പിന്നെ എവിടെയും ക്യൂ നിന്ന് മടക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല. നമ്മൾ ആദ്യം നേരെ ചെന്ന് ബിഷീറ്റാക്കി ബോട്ടിൽ മേടിച്ചു, നേരെ നിറച്ചെടുത്തു. വീഡിയോസിന് സൗണ്ട് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒട്ടും വയ്യായിരുന്നു കേട്ടോ. അത് എൻ്റെ സൗണ്ട് ഇങ്ങനെ വല്ലാണ്ടിരിക്കുന്നത്. എല്ലാ തവണയും ഇവിടെ വരുമ്പോൾ സ്ഥിരം കേട്ടുകൊണ്ടിരിക്കുന്നൊരു പല്ലവിയുണ്ട്. അത് നടപ്പന്തലിൽ എത്തുമ്പോഴാണ് പ്രത്യേകിച്ച് തുടങ്ങുക. അത് വേണം, ഇത് വേണം, 6 ബസ്, നീണ്ട ലിസ്റ്റ് തന്നെ അവൻ്റെ കയ്യിലുണ്ടാവും. 2 മിഠായിൽ ഒതുക്കി നേരെ ഇൻസ്റ്റയിലൊക്കെ വൈറലായുള്ള ഗുരുവായൂരിലെ 5 രൂപ കട എന്നറിയപ്പെടുന്ന പ്രിയങ്ക ഫാൻസിയിലോട്ട് വന്ന് കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഇനി നേരെ വീട്ടിലോട്ട്. അങ്ങനെ പപ്പ ജോലി ചെയ്യുന്ന സ്ഥലം കണ്ടപ്പോൾ അടുത്ത ചോദ്യവുമായി, അങ്ങനെ നമ്മൾ വീടെത്തിയിട്ടോ. ഇനി നേരെ പായസം കുടിക്കാനുള്ള പരിപാടിയാണ്. നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.